നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും സഭയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായ നിലപാടുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായിട്ട് എടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ പലപ്പോഴും നടക്കുന്ന ചില അനീതി നിറഞ്ഞ നിലപാടുകൾ പലപ്പോഴും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പലപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള നീക്കുപോക്കുകൾ നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാറില്ല. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി തന്നെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി എല്ലാ മേഖലകളിലേക്കും ജാഥകളടക്കം നടത്തി ഈ ഇലക്ഷൻ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ അതിന് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള നടപടികളിലേക്കാണ്, ഏത് രീതിയിലുള്ള കാഴ്ചപ്പാടുകളിലേക്കാണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ, ഈ ഇലക്ഷന് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത് എന്നാണ് ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത്. എല്ലാവർക്കും അറിയാനുള്ള താല്പര്യം അതിനെക്കുറിച്ചാണ്. അപ്പോൾ AKCC വക്താവ് ജോഷി വടക്കൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ അല്പ ദിവസങ്ങൾ മാത്രമാണ് ഇലക്ഷന് വേണ്ടിയുള്ളത്. ഒരുപാട് നാളുകൾക്ക് മുൻപേ ഇതിനുവേണ്ടി കൃത്യമായിട്ട് എല്ലാവരോടും കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുകയായിരുന്നു കത്തോലിക്ക കോൺഗ്രസ്. എങ്ങനെയാണ് ഇനി ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ തെരഞ്ഞെടുപ്പുകളെയും ഒരു ഉത്സവമായി കാണുന്ന നമ്മുടെ ഒരു ക്രമത്തിൽ കേരളം വീണ്ടും ഒരു ജനാധിപത്യ ഉത്സവത്തിന്റെ കേളികൊട്ട് ഉണരുകയായി. അടുത്ത 9-ാം തീയതി കേരളത്തിലെ സമ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക് മുന്നോട്ട് പോകുകയാണ്. ആ സാഹചര്യത്തിലാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ വലിയ സമ്മേളനവും മറ്റും കണ്ണൂരിൽ വെച്ചൊക്കെ നടന്നത്. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് 108 വർഷമായി കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഒരു നിറസാന്നിധ്യമായ സമുദായ സംഘടനയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമീപിക്കുകയുണ്ടായി. അവരോടൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടത് ഈ സംസ്ഥാനത്തെ പൊതുവായ താല്പര്യങ്ങളായ പൊതു സമൂഹത്തിന്റെ കൂടി പരിഗണനയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് കൂടി ഏറെ ലഭ്യമാകേണ്ട നീതിയുടെ കുറിച്ചും സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചും അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് കാർഷിക മേഖല അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഇന്ന് വന്യജീവി മേഖലകളിൽ തെറ്റായ വനം പരിസ്ഥിതി നിയമങ്ങൾ മൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കാർഷിക മേഖല അതുമൂലം അനുഭവിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ടെന്നറിയാം. അവരുടെ വിളകൾക്ക് മാന്യമായ വില ലഭിക്കാത്തത്, അവരുടെ വിളകൾ സംഭരിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തത്, സംഭരിച്ച വിളകൾക്ക് തന്നെ യഥാസമയം വില ലഭിക്കാത്ത സാഹചര്യങ്ങൾ. നമ്മുടെ മലയോരങ്ങളിൽ എത്രയോ കർഷകരാണ് ഓരോ ദിവസവും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് എന്ന് നമുക്കറിയാം. ഒരു കാലത്ത് കാർഷിക വിപ്ലവത്തിന് വലിയ നേതൃത്വം കൊടുത്തവരായിരുന്നു ഈ സമുദായത്തിന്റെ പൂർവികർ എന്ന് പറയുന്നത്. അത് കുട്ടനാട്ടിലെ ചതുപ്പ് നിലത്തെ നെല്ലറയാക്കി മാറ്റിയവരും, അതുപോലെ തന്നെ മലയോര മേഖലയെ അധ്വാനവും മൂലധനവും ഉപയോഗിച്ച് പൊന്നു വിളയിച്ചവരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു ചരിത്രം നമുക്കുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കർഷകർ ജീവനും അവരുടെ ജീവിതോപാധികളും നഷ്ടപ്പെട്ട് ഓടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. എത്രയോ വർഷങ്ങളായി ഇത് സംബന്ധിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ യുവജന മേഖല അതീവ പ്രതിസന്ധി നേരിടുകയാണ്. കേരളം വൃദ്ധന്മാർ കൂടുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾ ഇങ്ങനെ പലായനം ചെയ്യപ്പെടേണ്ടി വരുന്ന സാഹചര്യം നാം പരിശോധിക്കേണ്ടതുണ്ട്. സംരംഭകർക്ക് അവരുടെ മുതൽ മുടക്കാൻ ആവശ്യമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ യുവജനങ്ങളാണെങ്കിലും അവർക്ക് നമ്മുടെ രാജ്യത്ത് തുടരാൻ ആവശ്യമായ അവരുടെ മനുഷ്യ വിഭവശേഷിയെ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് എല്ലാവർക്കും പരിഗണന ലഭിക്കുന്ന ഒരു സംവിധാനം നമുക്ക് വേണം എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് നാം കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ച് വോട്ടിന്റെ എണ്ണം നോക്കി നൽകുന്ന ഒരു പ്രീണന രാഷ്ട്രീയം അത് കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വീകരിക്കുന്നു എന്ന് കാണുന്നത് അതീവ നിർഭാഗ്യകരമായ സാഹചര്യമാണെന്നറിയാം. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് തന്നെ നാം പറഞ്ഞത് മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു ആവശ്യം ഉന്നയിച്ചത്. കാരണം ഏറ്റവും ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ പരിഗണനയും കരുതലും അർഹിക്കുന്നത് എന്ന് നമുക്കറിയാം.
പക്ഷെ ആ പരിഗണനയും കരുതലും ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ അതിന്യൂനപക്ഷ പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നമ്മൾ നടത്തിയത്. പ്രത്യേകിച്ച് 80:20 സ്കോളർഷിപ്പുകളെ കുറിച്ച് നമുക്കറിയാം. സാമൂഹ്യ നീതിയുടെ വലിയ നിഷേധമായിരുന്നു അതെങ്കിൽ കേരള ഹൈക്കോടതി അക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു വിധി പുറപ്പെടുവിച്ചു. 2021 ജനുവരി മാസം 7-ാം തീയതി ഇത് ജനസംഖ്യാനുപാതികമായിരിക്കണം കുട്ടികളുടെ സ്കോളർഷിപ്പ് വിതരണം എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തതെന്നറിയാം. അതുപോലെ തന്നെ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ഏതാണ്ട് 33 മാസങ്ങൾക്ക് ശേഷമാണ് ഇക്കഴിഞ്ഞ 28-ാം തീയതി ഫെബ്രുവരി മാസം 28-ാം തീയതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. എത്രയോ ദീർഘമായ സമരങ്ങൾ വേണ്ടി വന്നു. പക്ഷെ ഇതിന് സമാനമായ ഇതിനു മുൻപുള്ള പല കമ്മിറ്റികളും പല മറ്റ് ഇതര സമുദായങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പഠിച്ച കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ വളരെ ചുരുക്കം മാസങ്ങൾ കൊണ്ട് നടപ്പിലാക്കിയപ്പോൾ 3 വർഷം ഏതാണ്ട് പൂർത്തിയാക്കേണ്ടി വന്നു ഇത് ഔദ്യോഗികമായി ഒന്ന് പ്രഖ്യാപിക്കുന്നതിന് പോലും. പക്ഷെ ഇനി അതിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് കടുത്ത ആശങ്കയുണ്ട്. ഇത് സംബന്ധിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നയം വ്യക്തമാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് JB കോശി കമ്മീഷനെ കുറിച്ച്. അതുപോലെ തന്നെ EWS ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ 2019 അത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയാണ് 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. കേരളത്തിൽ അത് 2020 നടപ്പിലാക്കി. പക്ഷേ EWSന്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഏറെ നിർഭാഗ്യകരമാണ്. ഓരോ 3 വർഷം കൂടുമ്പോഴും പരിഷ്കരിക്കേണ്ടതാണ് EWS മാനദണ്ഡങ്ങൾ എന്ന് നമുക്കറിയാം. പക്ഷേ 6 വർഷമായിട്ടും അവ പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം ക്രീമി ലെയർ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ OBC വിഭാഗത്തിന് അത് 8 ലക്ഷം രൂപയാണെങ്കിൽ EWSന് അത് കേവലം 4 ലക്ഷം രൂപ മാത്രമാണ്. അവിടെയും പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിന് ഒരു മാനദണ്ഡം, കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു മാനദണ്ഡം, അങ്ങനെ EWS സർട്ടിഫിക്കറ്റ് പോലും അർഹിക്കുന്നവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം. അത് സംബന്ധിച്ച് നയം വ്യക്തമാക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ഏറ്റവും മദ്യ നയം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്ക ഉണർത്തുന്നതാണ്. അത് ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം തന്നെ വളരെ ആശങ്കപ്പെടുന്ന ഒരു സംഭവമാണെന്നറിയാം. മദ്യത്തിന്റെ വ്യാപനവും ഉപയോഗവും ഒക്കെ ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുമെന്ന് പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കുകയും മദ്യനിരോധനമല്ല മദ്യവർജനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ മദ്യവർജനം പോയിട്ട് മദ്യവ്യാപനമാണ് തങ്ങളുടെ നയം എന്ന രീതിയിലേക്ക് മാറി. ഏറ്റവും പുതിയ സർക്കാർ ഉത്തരവ് വഴി കേരളത്തിൽ 17 മണിക്കൂറാണ് മദ്യം ലഭ്യമാകുന്ന സമയം. രാവിലെ 10 മുതൽ പുലർച്ചെ 3 മണി വരെ. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് 5 ലക്ഷം രൂപ അടച്ചാൽ പുലർച്ചെ 3 മണി വരെ തുറന്നു വെക്കാം. എന്ന് വെച്ചാൽ 17 മണിക്കൂറും കേരളത്തിൽ മദ്യം ലഭ്യമാകുന്ന രീതിയിലേക്ക് മാറി എന്ന് വെച്ചാൽ അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരുപാട് പ്രതികൂലമായ അല്ലെങ്കിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾക്ക് ഉളവാക്കും എന്ന് നമുക്കറിയാം. ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണം എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൽ വ്യത്യസ്ത ന്യൂനപക്ഷ കമ്മീഷനുകൾ, സംസ്ഥാനത്ത് ന്യൂനപക്ഷ കമ്മീഷനും അതുപോലെ ന്യൂനപക്ഷ വകുപ്പുകളുമുണ്ട്. പക്ഷെ വ്യത്യസ്ത ന്യൂനപക്ഷ സമൂഹങ്ങളെ പരിഗണിക്കുന്ന, അവരെ കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരു സമീപനം നമുക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരവധി വർഷങ്ങളായുള്ള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ പദവി റൊട്ടേഷൻ ക്രമത്തിലെങ്കിലും വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തില്ല. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വകുപ്പിൽ ഇന്ന് ഇതുപോലെ തന്നെ വ്യത്യസ്ത ന്യൂനപക്ഷ സമൂഹങ്ങളെ ആ ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രിമാരാകുന്ന ഒരു സാഹചര്യം പോലും കേരളത്തിലില്ല. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വിവിധ ന്യൂനപക്ഷ സമൂഹങ്ങളെ കൂടി പരിഗണിക്കുന്ന, ഏവർക്കും തുല്യനീതി ലഭിക്കുന്ന ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാകണം. ഇത് സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളെയും ജാതി മത ഭേദമന്യേ അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യ പരിഗണന ലഭിക്കുന്ന രീതിയിലേക്ക് ഒരു നയ വ്യതിയാനം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഗുണപരമായ രീതിയിൽ ഉണ്ടാകണം എന്ന് പറയുകയാണ്. കാരണം രാഷ്ട്രീയം അതീവ അപകടകരമായ രീതിയിലേക്ക് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്,
നാം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കാറ്. പക്ഷേ വളരെ നിർഭാഗ്യകരെന്ന് പറയട്ടെ, ചില തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളതാണ് നാം ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. NIA പോലും കേരള ഹൈക്കോടതി നൽകിയ ഒരു റിപ്പോർട്ടിൽ ഇത്തരം ചില സൂചനകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിനെ തള്ളിക്കളയാനാവില്ല. അപ്പോൾ അതുകൊണ്ട് നാം പ്രതീക്ഷിക്കുന്നത് കേരളം മാറി വരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമോ രാഷ്ട്രീയ മുന്നണികളോ അല്ലെങ്കിൽ നിലവിലുള്ള മുന്നണികളിൽ ഏതെങ്കിലും ഒരു മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അത് വ്യത്യസ്ത സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം, യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ഗുണകരമായ ഒരു കാലഘട്ടത്തിലേക്കുള്ള വഴി നടത്താൻ ഈ തെരഞ്ഞെടുപ്പ് കാരണമാകണം എന്നാണ് നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ച ഈ 10 വർഷം ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ന്യൂനപക്ഷ വകുപ്പ് നമുക്കറിയാം, KT ജലീൽ വന്നു ആദ്യത്തെ ടൈമിൽ, രണ്ടാമത്തെ ടൈമിൽ പിന്നെ മുഖ്യമന്ത്രി കയ്യിൽ വെച്ചു, അതിനുശേഷം വീണ്ടും മറ്റൊരാൾക്ക്, ആ വിഭാഗത്തിൽ തന്നെയുള്ള മറ്റൊരാൾക്ക് കൈമാറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഉള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ടൈമിൽ ഇപ്പോൾ ഈ ഇടതുപക്ഷം മാറി കോൺഗ്രസ് വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് മാറ്റമുണ്ടാകും? ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ നയങ്ങളിൽ നിന്ന് എന്ത് മാറ്റമുണ്ടാകുമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളിലൊക്കെ? കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇടതുപക്ഷ മുന്നണിയായാലും വലതുപക്ഷ മുന്നണികളായ ഏത് മുന്നണി വന്നാലും ഈ സമുദായത്തിന് നീതി ലഭ്യമാകണം എന്നാണ് പറയുന്നത്. ആരുടെയും പ്രത്യേക ഔദാര്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് തുല്യ നീതിക്ക് ഉള്ള പരിഗണന നമുക്ക് ലഭ്യമാകണം എന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, സംസ്ഥാനത്തെ ന്യൂനപക്ഷ വകുപ്പ്, സംസ്ഥാനത്തെ ന്യൂനപക്ഷ കമ്മീഷൻ, ഇതൊക്കെ എല്ലാം മറ്റ് സംസ്ഥാനത്തെ ഇതര ന്യൂനപക്ഷ സമൂഹങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്ന, അതിൻ്റെ മുഖ്യ പദവികളിൽ അവർക്ക് കൂടി പരിഗണന നൽകുന്ന ഒരു സംവിധാനം അത് ഏത് മുന്നണി വന്നാലും അത് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശ മേഖല 500 ദിവസം എത്തിയ മുനമ്പം സമരം അല്ലെ, 610ഓളം കുടുംബങ്ങൾ അവരുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന കാഴ്ച, ചെല്ലാനം പോലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, വിഴിഞ്ഞ മേഖലകളിലെ മുതലപ്പൊഴി മേഖലകളിൽ തീരദേശ മേഖലകളിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അതുപോലെ നാം കണ്ടു വിദ്യാഭ്യാസ മേഖല ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ പോലും ചില സമുദായങ്ങളെ വേർതിരിച്ച് വിവേചനം കാണിക്കുന്ന ഇരട്ട നീതി നമ്മുടെ സംസ്ഥാനത്ത് നാം കണ്ടു. അത് സംബന്ധിച്ച ഉത്തരവുകളും അവസാന ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ആ അവസാന ദിവസങ്ങളിൽ വന്ന ഉത്തരവുകൾ ഇനിയും അത് പ്രാവർത്തികമാക്കാനായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പ്രാവർത്തികമാക്കാൻ ഇനിയും സമയമെടുക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉത്തരവുകളും പ്രഖ്യാപനങ്ങളും നടത്തുക എന്നതല്ല, മറിച്ച് അതിനോട് ആത്മാർത്ഥതാപൂർവ്വം അതിനെ കാണാനും നേരത്തെ തന്നെ കാര്യങ്ങളെ വളരെ ദീർഘവീക്ഷണത്തോടെ അത് പരിഗണിക്കാനും ആവശ്യമായ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന ആനുകൂല്യം നൽകാനുമാണ് ശ്രമിക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും വിഭാഗങ്ങളോടുള്ള പ്രത്യേക പരിഗണനയല്ല, മറിച്ച് സാമൂഹ്യ നീതിയുടെയും സാമാന്യ മര്യാദകളുടെയും ഒക്കെ ഒരു പരിഗണന അത് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഏത് രാഷ്ട്രീയ മുന്നണികളാണെങ്കിലും അവ സ്വീകരിക്കണം. അത് നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നതാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്, നമ്മുടെ മതേതര സംവിധാനത്തിന്. കേരളം പോലുള്ള ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിക്കപ്പെടുന്ന പ്രബുദ്ധരായ സാംസ്കാരിക സമ്പന്നമായ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ അത്യാവശ്യമാണ്. ആ രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. AKCC വക്താവ് ജോഷി വടക്കൻ, അദ്ദേഹമാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഈ ഇലക്ഷനിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്, എന്തൊക്കെ ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. വളരെ നന്ദി അങ്ങ് വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്.